അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1325, സൂറത്തു തൗബ 128, 129 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. لقد جاءكم, നിശ്ചയം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് വലിയ പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേലിൽ നിങ്ങളൊക്കെ നന്നാവണമെന്ന് വലിയ ആഗ്രഹമുള്ളവരുമാണ് ആ നബിതങ്ങൾ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് വലിയ വാത്സല്യവും കാരുണ്യവുമുള്ളവരാണ് തങ്ങൾ. അങ്ങനെയുള്ള ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഫൈൻ തവല്ലൗ, അപ്പോൾ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ഫഖുൽ, നബിയെ അങ്ങ് പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാകുന്നു, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവൻ മാത്രമാണ് ആരാധ്യൻ, അലൈഹി തവക്കൽതു, അവന്റെ മേലിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാകുന്നു എന്ന്. ബഹുമാനപ്പെട്ട ഖുർആനിൽ ഈ സൂറത്തിന്റെ ആദ്യം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളോടുള്ള ബന്ധവിച്ഛേദത്തിന്റെയും മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹുവിനും യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് ഉണർത്തുകയും ചെയ്തതിനു ശേഷം കപടന്മാരായിട്ടുള്ള ആളുകളുടെ ദുസ്വഭാവങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞതിനു ശേഷം ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യൻ സമൂഹത്തെ പൊതുവായും വിശേഷിച്ചും മൊത്തത്തിൽ ജനങ്ങളെ പൊതുവായും സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എണ്ണി പറയുകയാണ്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനാണ്. ഇത് അറബികളോട് മാത്രമാണ് എന്ന് വെച്ചാൽ അറബികളുടെ കൂട്ടത്തിൽ അവരുടെ കബീലയിൽ നിന്ന്, അവരുടെ കുടുംബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂതനാക്കി നിശ്ചയിച്ചു എന്നതാകും. ഇനി നിങ്ങളിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ജനങ്ങളോടുള്ള സംബോധനയാണെന്ന് വെച്ചാൽ മനുഷ്യരിൽ നിന്നുള്ള ഒരു ദൂതനെ, മലക്കോ ജിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗത്തിൽ നിന്നോ അല്ലാതെ മനുഷ്യകുലത്തിൽ നിന്നൊരു ദൂതനെ അല്ലാഹു തആല നിയോഗിച്ചു. എന്തായാലും മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ വലിയ അംഗീകാരവും അനുഗ്രഹവും അതേപോലെ തന്നെ ആദരവും നൽകുന്നതാണ് അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു എന്ന പ്രയോഗം എന്ന് കാണാം. എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ വിശേഷണങ്ങൾ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഒന്നാമത്തത് അവിടുന്ന് റസൂലാണ്, ദൂതനാണ്. അള്ളാഹുവിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതൻ, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അത് മനുഷ്യരിലേക്ക്, നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ദൂതൻ. അപ്പൊ ദൂതനാണ് നബിതങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നബിതങ്ങളോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം? ദൂതൻ അള്ളാഹുവിൽ നിന്ന് എത്തിച്ചു തരുന്ന സന്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയും അതെല്ലാം സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് പാകപ്പെട്ടവരാവുകയും ചെയ്യുക എന്നൊരു സംഗതി വേണം. അതോടൊപ്പം തന്നെ ആ ദൂതൻ എന്തുണ്ട്? നമ്മൾ വിഷമിക്കുന്നത് അവിടത്തേക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. നമ്മൾ എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും കഴിയണം എന്നാണ് അവിടുത്തെ ആഗ്രഹം. അപ്പൊ വിഷമിക്കുന്നത് അവിടത്തേക്ക് തീരെ ഇഷ്ടമല്ല. ആ വിഷമം എന്ന് പറയുന്നത് ദുനിയാവിൽ വിഷമിക്കുന്നതും ഇഷ്ടമല്ല, ആഖിറത്തിൽ വിഷമിക്കുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ വിഷമത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് വിശ്വാസരാഹിത്യമാണ്. അതുകൊണ്ട് ഹരീസുൻ അലൈക്കും, അവിടുന്ന് നിങ്ങളുടെ മേലിൽ വലിയ ആഗ്രഹമുള്ളവരാണ്, നിങ്ങളൊക്കെ നന്നാവണം.
നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ അനന്തമായ പാരത്രിക ജീവിതത്തിൽ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ദുസ്വഭാവം കൊണ്ട്, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് നിങ്ങൾ തെറ്റുകൾക്കും ദോഷങ്ങൾക്കും ശിക്ഷ ഏറ്റുവാങ്ങാൻ പാകപ്പെടാത്ത വിധം വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി മാറി നല്ല കണ്ടീഷൻ നിങ്ങൾ ഇവിടെ നിലനിർത്തിപ്പോകണം. ഇത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്നാണ്. മറ്റൊന്ന് ബിൽ മുഅ്മിനീന റഊഫുൻ, വിശ്വാസികളോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വാത്സല്യമാണ്. റഹീമുൻ, അവരോട് വലിയ കാരുണ്യം കാണിക്കുന്നവരുമാണ് നബി തങ്ങൾ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നബി തങ്ങളെ നിരാകരിക്കാൻ വാസ്തവത്തിൽ വസ്തുതാപരമായ കാരണങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. മറിച്ച് അവിടെ നിന്ന് നമ്മുടെ ഗുണകാംക്ഷയോടുകൂടെ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയേ സംസാരിച്ചിട്ടുള്ളൂ, നമ്മുടെ ഗുണത്തിനു വേണ്ടിയേ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള നിബിധങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കാനുള്ള ബാധ്യതയും കടമയുമാണ് വാസ്തവത്തിൽ നമുക്കുള്ളത്. എന്നാൽ ആ കടമ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും അവിടത്തെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്ന നിഷേധത്തിന്റെ ശൈലിയാണ് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടാക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് നമ്മുടെ ഉത്തരവാദിത്തത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സൂക്തമായി നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൃഷ്ടികളിലേക്ക് ഒരുപാട് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രയാസകരമായിട്ടുള്ള ചില വിധിവിലക്കുകളുമൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ആ നിർദ്ദേശങ്ങളും നിയമങ്ങളുമൊക്കെ അല്ലാഹു തആല എളുപ്പം നൽകിയവർക്കൊരു പ്രയാസമായി തോന്നില്ല, അല്ലാത്തവർക്കത് ഭയങ്കര പ്രയാസമായിട്ട് അനുഭവപ്പെടും. ഏതായാലും അല്ലാഹു തആല സൗഭാഗ്യം നൽകിയ, ആദരവ് നൽകിയ ആളുകൾക്ക് പടച്ച തമ്പുരാൻ നൽകുന്ന വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ പകർത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. ഏതായാലും അല്ലാഹു തആല കുറെ നിർദ്ദേശങ്ങൾ തങ്ങളിലൂടെ ജനങ്ങളിലേക്ക് നൽകിയപ്പോ ഈ അധ്യായം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് ആ നിർദ്ദേശങ്ങളെല്ലാം സഹിക്കാനും ആ നിർദ്ദേശങ്ങളെല്ലാം നെഞ്ചേറ്റാനും നമ്മുടെ മനസ്സിനെ എളുപ്പത്തിൽ പാകപ്പെടുത്തുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഈ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. അതെന്താണ് ആ ടിപ്പെന്താണ്? അത് നിങ്ങളിലേക്ക് ഈ സന്ദേശങ്ങളെല്ലാം കൈമാറുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനാണ്. അറബികളെ സംബന്ധിച്ചാണെങ്കിൽ അറബികളിലെ ഏറ്റവും ഉന്നത കുലജാതനായിട്ടുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബിയോ അനറബിയോ എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യരിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ നിന്ന് വന്ന ഒരാളാണ്, നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരികയാണ്. അള്ളാഹു തന്നു എന്ന് പറയുന്ന നിർദ്ദേശങ്ങളാണ് നബിതങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ആ നബിതങ്ങൾക്ക് ഏതൊക്കെ വിധത്തിലുള്ള പവറുകളും ശ്രേഷ്ഠതകളും ലഭ്യമാകുന്നുവെങ്കിൽ ആ ലഭ്യമാകുന്ന ശ്രേഷ്ഠതകളുടെയും അതേപോലെ തന്നെ മഹത്വത്തിന്റെയും ഒക്കെ ഒരു വിഹിതം അത് നിങ്ങൾക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. കാരണം എന്താ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ നിന്നൊരാളാണ്, നിങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ പോലത്തെ ആളെന്നല്ല, മറിച്ച് നിങ്ങളിലുള്ള ഒരാളാണ്, അഥവാ മനുഷ്യൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്, നിങ്ങളെ പോലത്തെ മനുഷ്യനാണല്ല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പോലത്തെ മനുഷ്യനല്ല, മറിച്ച് അവിടത്തേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകതകളും മഹത്വങ്ങളും ഓരോ 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 ചെറിയ ചെറിയ വിഷയങ്ങളിൽ വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ എല്ലാ വിഷയത്തിലുമുള്ള പ്രൊസീജർ അത് വ്യത്യസ്തമാണ്. അവിടുത്തെ വിവാഹം, അവിടുത്തെ ശാരീരിക പ്രകൃതി, അവിടുത്തെ ശരീരത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഓരോ സംഗതികൾ, ഇതിലെല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തനാണ്. അവിടുത്തെ തുപ്പുനീര് അനുഗ്രഹീതമാണ്, അവിടുത്തെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രത്തിന് പോലും വല്ലാത്ത ബർക്കത്താണ്, അവിടുന്ന് ഇരുന്ന സ്ഥലത്തിനും നടന്ന സ്ഥലത്തിനും കിടന്ന സ്ഥലത്തിനുമൊക്കെ വലിയ പവറാണ്. അങ്ങനെ തുടങ്ങി തങ്ങളുമായി ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധമുള്ള എല്ലാത്തിനും
അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ നബി സല്ലല്ലാഹു അലൈഹി അത്രയൊക്കെ പവറുള്ള റസൂലുള്ളാഹിയും ആ റസൂലുള്ളാഹി അല്ലാഹു മനുഷ്യനാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് വല്ലാത്തൊരു അഭിമാനം നൽകുന്ന സംഗതിയാണത്. അതുകൊണ്ട് ആ നബിതങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഏത് നിർദ്ദേശങ്ങളും സ്വീകരിക്കാനും ആ നിർദ്ദേശങ്ങൾ പ്രാക്ടിക്കലാക്കാനും ആ നിർദ്ദേശങ്ങൾ മുഖേന നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരാനും ഒക്കെയുള്ള പദ്ധതികളെ വളരെ സൗമ്യനത്തോടുകൂടെ സ്വീകരിക്കാൻ നമുക്ക് ഇത്തരമൊരു ചിന്ത പ്രചോദനമേകുമെന്നാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. കാരണം എന്താ, ആ നബിതങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി നമ്മളോട് അല്ലാഹു പരിചയപ്പെടുത്തിയ എന്താ, ഫഇന്നഹു ബിഹാലിൻ യശുഖു അലൈഹി ലററുക്കും വതഅല്ലുമു റഗ്ബതുഹു ഫീ ഈസാലി ഖൈരിദ് ദുനിയ വൽ ആഖിറതി ഇലൈക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ വിഷമിക്കുന്നത് ആ നബിതങ്ങൾക്ക് വലിയ പ്രയാസമാണ്. അതാണ് അസീസുൻ അലൈഹി മാ അനിത്തും എന്ന് പറഞ്ഞത്. നിങ്ങൾ ബുദ്ധിമുട്ടുള്ളത് തങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ പരമാവധി ലഘൂകരിക്കാനും കാർക്കശ്യങ്ങൾ പരമാവധി കുറക്കാനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഹദീസിൽ നമുക്ക് കാണാലോ, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് ഭയമില്ലായിരുന്നുവെങ്കിൽ ലാമർതുഹും ബിസിവാക്കി ഇൻദ കുല്ലി വുളൂ, ഓരോ ടൈമിൽ വുളൂ ചെയ്യുമ്പോഴും മിസ്വാക്ക് ചെയ്യൽ, പല്ലു തേക്കൽ അത് നിർബന്ധമായ കൽപ്പനയാണെന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ, ചിലപ്പോഴൊക്കെ ബ്രഷില്ലാത്ത അവസ്ഥ കൊണ്ട് അവർ ബുദ്ധിമുട്ടിയേക്കാം. അപ്പൊ അവർ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചു. റമളാൻ മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിനം പള്ളിയിൽ വന്ന് ഒരു സ്പെഷ്യൽ നിസ്കാരം നിർവഹിച്ചു, സഹാബത്തിന് മാതൃക കാണിച്ചു. 4-ാമത്തെ ദിവസം പള്ളി ജനനിബിഡമായി. ഈ സ്പെഷ്യൽ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ ആബാലവൃദ്ധം ജനങ്ങളും പല നാടുകളിൽ നിന്നും ഒഴുകിയെത്തി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നില്ല. വരാതിരിക്കുന്നതിന്റെ റീസൺ പിറ്റേ ദിവസത്തെ സുബഹിക്ക് തങ്ങൾ വിശദീകരിച്ചു. എന്തായിരുന്നു ആ വിശദീകരണം? നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് ഖശീതു അൻ തുഫ്തറ അലൈക്കും, ഈ നിസ്കാരം നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഫതഅജിസു അൻഹാ, അങ്ങനെ നിർബന്ധമാക്കിയാൽ ചിലപ്പോഴെങ്കിലും ഇത് നിർവഹിക്കാനാവാതെ നിങ്ങൾ വിഷമിച്ചു പോയാലോ, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ദുനിയാവിലും ആഖിറത്തിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, 3 ദിവസത്തിന് ശേഷം ആ നിസ്കാരം പരസ്യമായി നിസ്കരിക്കാൻ വന്നില്ല. അഥവാ നിങ്ങളുടെ ആവേശത്തോടുകൂടെ ഈ നിസ്കാരത്തെ സമീപിക്കുന്ന ശൈലി കാരണത്താൽ അള്ളാഹു നിർബന്ധമാക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ വഫാത്താവുന്നത് വരെ പിന്നെ അങ്ങനെ നിസ്കാരമുണ്ട് എന്ന് തങ്ങൾ പഠിപ്പിച്ച സ്ഥിതിക്ക് സഹാബത്ത് അങ്ങനെ നിസ്കരിച്ചു. സിദ്ദീഖ് തങ്ങളെ ഭരണകാലത്തും അങ്ങനെ തന്നെ തുടർന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് സിസ്റ്റമാറ്റിക്കായി ഒരു ഇമാമിന്റെ കീഴിൽ തന്നെ മദീനത്തെ പള്ളിയിൽ ആ നിസ്കാരം വീണ്ടും വർദ്ധിത വീര്യത്തോടുകൂടെ ഒറ്റ ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എന്താ, നിങ്ങൾക്കൊരു കാര്യം പരമാവധി കണിശമാകാതിരിക്കാനും നിർബന്ധമാകാതിരിക്കാനും നിങ്ങളോട് അനുകമ്പയും ഇഷ്ടവും കാണിക്കുന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുഴുകുന്നവർക്ക് റസൂലുള്ളാഹി നൽകിയൊരു നിർദ്ദേശം കാണാം ചരിത്രത്തിലൊക്കെ. ബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകണം, അവരെ നിങ്ങൾ പരമാവധി മടുപ്പിക്കുന്ന വെറുപ്പിക്കുന്ന ശൈലി സ്വീകരിക്കരുത്. പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങളിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ ഖുയ്യിറ ഫീ അംരിൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ തങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള ഓപ്ഷൻ നൽകപ്പെട്ടാൽ അതും ചെയ്യാം ഇതും ചെയ്യാമെന്ന ഓപ്ഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ ഇല്ലാ അഖദ ഐസറഹുമ, അതിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ളത് എളുപ്പമായിട്ടുള്ളതായിരിക്കും തങ്ങൾ സ്വീകരിക്കുക. മാലം യകുൻ ഇസ്മൻ, ആ എളുപ്പമുള്ളത് കുറ്റകരമാകാതിരിക്കുമ്പോൾ, കുറ്റകരമാണെങ്കിലോ അതിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്നതും തങ്ങളായിരിക്കും എന്ന് ഹദീസിൽ കാണാം. അപ്പൊ നോക്കൂ, നമ്മൾ വിഷമിക്കാതിരിക്കാൻ നമുക്ക് പരമാവധി ഈസി വാക്ക് ഓവറായി കാര്യങ്ങളൊക്കെ എത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരമാവധി പരിശ്രമിക്കും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാൻ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ തന്നെ നമുക്ക് എമ്പാടും മതിയായതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മ ലഭിക്കണം, നമ്മൾ പുരോഗതിയിലെത്തണമെന്ന് വല്ലാത്ത ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നവരുമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹുവക തബീബിൽ മുശ്ഫിഖി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്നേഹനിധിയായ ഡോക്ടറെ പോലെ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും ചികിത്സ നിർദ്ദേശിക്കുന്ന മഹാവ്യക്തിത്വമാണ്. വല്ല അബിർ റഹീമി ഫി ഹഖിക്കും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യവാനായ ഒരു പിതാവിന്റെ സ്നേഹവും ദയാവായ്പും നിങ്ങൾക്ക് നൽകിയവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ
ആ റസൂലുള്ളാഹി കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങളെ, ആ നബിതങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ആ ഉപദേശങ്ങളെ അത് നെഞ്ചേറ്റാനും അത് കൃത്യമായി ജീവിതത്തിൽ പകർത്താനും നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാവണം എന്നാണ് ഈ സൂക്തത്തിലൂടെ അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂക്തത്തിന്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ വേണ്ടി തങ്ങളോട് ഫൈൻതവല്ലോ, അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം കാരുണ്യവും സ്നേഹവും വിശ്വാസവും എല്ലാം നിങ്ങളോട് കാണിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളായിട്ട് അല്ലാഹു തആല നബിതങ്ങളെ നിയോഗിച്ചു. അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി ആ നബിതങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു. ആ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി നിങ്ങൾ രണ്ടു ലോകത്തും വിജയിക്കണമെന്ന് ആ നബിതങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചു. ഈ ആഗ്രഹത്തിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അഥവാ ഇത്രയൊക്കെ മനസ്സിൽ തട്ടി നിങ്ങളുടെ മുന്നിൽ ഉപദേശങ്ങൾ ചൊരിഞ്ഞിട്ടും ഇതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളെ തട്ടിത്തെറിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ ഫൈൻതവല്ലോ, അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഖുൽ, നബി അങ്ങ് പറഞ്ഞേക്കണം, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാകുന്നു, ലാ ഇലാഹ ഇല്ലാഹു, അവൻ മാത്രമാണ് ആരാധ്യൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്നോട് സഹകരിക്കുന്നതുമൊക്കെ അതിന്റെ ഗുണഫലം നിങ്ങൾക്കാണ്. നിങ്ങൾക്കതൊന്നും വേണ്ടെങ്കിൽ, എന്റെ ഉപദേശങ്ങളെ നിങ്ങൾ കാറ്റിൽ പറത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അനുഭവിക്കാനുള്ളത് നിങ്ങൾ അനുഭവിക്കുകയല്ല, നിവൃത്തിയില്ല. എന്റെ ഉത്തരവാദിത്വം സന്ദേശം നിങ്ങൾക്ക് കൈമാറൽ മാത്രമാണ്. ആ പണി ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അത് നിർവഹിച്ചാൽ പിന്നെ നിങ്ങൾ എന്നെ അംഗീകരിച്ചോ ഇല്ലേ എന്നത് എന്റെ പ്രശ്നമല്ല എന്ന് തങ്ങൾ പറഞ്ഞേക്കുക. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. അഥവാ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഗുണം നിങ്ങൾക്കാണ്, അവിശ്വാസത്തിന്റെ ദുരിതവും നിങ്ങൾ തന്നെ പേറേണ്ടി വരും എന്ന് തങ്ങൾ അവരോട് പഠിപ്പിക്കുക. അലൈഹി തവക്കൽതു, അവന്റെ മേലിൽ തന്നെയാണ് ഞാൻ ബലമേൽപ്പിക്കുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംരക്ഷിക്കാനും എനിക്ക് വേണ്ട സഹായം തരാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. ആ റബ്ബിൽ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ മഹത്തായ അർശിന്റെ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ്. ആ അല്ലാഹുവിനെ എന്നെ സംരക്ഷിക്കാൻ പ്രയാസമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ അതിന്റെ ഗുണഫലം നിങ്ങൾക്കാണുള്ളത്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയൂ. രണ്ടാണെങ്കിലും ഇവിടെ നിർബന്ധിച്ച് മതത്തിന്റേതായിട്ടുള്ള ഒരാശയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന പ്രശ്നമൊന്നുമില്ല. സ്വമേധയാ ഓരോരുത്തരും അവനവന്റെ നന്മയ്ക്ക് വേണ്ടി, നിരന്തരമുള്ള ജീവിതത്തിന്റെ സുഖത്തിനു വേണ്ടി നന്മകളെ നെഞ്ചേറ്റാൻ തയ്യാറാണെങ്കിൽ അതിന്റെ ഗുണഫലം അവരവർക്ക് അനുഭവിക്കാമെന്ന ഒരു വലിയ സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നോക്കൂ, ഈ ആയത്തുകൾ വിശദീകരിച്ചപ്പോ മഹാനരായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് അവന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി അവൻ മുന്നോട്ട് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ആ മനുഷ്യന് വലിയ സൗകര്യങ്ങളും സന്തോഷങ്ങളും നൽകും. അതേസമയത്ത് നബിതങ്ങളെ നിരാകരിക്കാനുള്ള പദ്ധതിയാണെങ്കിലോ നമുക്കറിയാമല്ലോ, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത് കാണാം. മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുന്നിൽ വെച്ചും മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു കിസ്റ രാജാവിന്റെ ദൂതന്റെ അടുത്ത് വെച്ചും പറഞ്ഞ ഒരു വാക്യം അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞതാണ്. ഇന്നല്ലാഹ ബഅസ ഫീനാ റസൂലൻ മിന്നാ, അള്ളാഹു ഞങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതനെ ഞങ്ങളിലേക്ക് നിയോഗിച്ചു. നാരിഫു നസബഹു വസിഫതഹു, ആ നബിയുടെ കുടുംബ പാരമ്പര്യവും ആ നബിയുടെ വിശേഷണങ്ങളുടെ മഹത്വവും എല്ലാം ഞങ്ങൾക്കറിയാം. വമദ്ഖലഹു വമഖറജഹു, അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണ് പോകുന്നത് എവിടെയാണ് വരുന്നത് ഇതും ഞങ്ങൾക്കറിയാം. വസിദ്ഖഹു വഅമാനതഹു, ആ നബിയുടെ സത്യസന്ധതയും വിശ്വസ്തതയും ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട നബിതങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ ആ നബിതങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ വൈമനസ്യം കാണിക്കുന്നത് അത് അങ്ങേയറ്റത്തെ കൃത്യവിലോപമാണ്, നന്ദികേടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അസീസുൻ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്തനുസരിച്ചാണ്, എന്ന ഓത്തനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നിങ്ങളിൽ നിന്നൊരു ദൂതൻ വന്നു. ഇനി ഇവിടെ തന്നെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവരിൽ നിന്ന് ഒരു ദൂതൻ വന്നു എന്ന മുത്തുനബിയുടെ പാരമ്പര്യവും അവിടുത്തെ മഹത്വവുമെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പാരായണവും ഇവിടെ ഉണ്ടെന്ന് എല്ലാ മുഫസ്സിറുകളും രേഖപ്പെടുത്തുന്നുണ്ട്
എന്നതുകൂടി പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വലിയ മഹത്വം പറയുന്ന ഈ സൂക്തങ്ങൾ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന ഇതും ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് എന്ന് തുടങ്ങുന്ന അടുത്ത സൂക്തവും, ഇത് രണ്ടും നിസ്കാരങ്ങൾക്ക് ശേഷം അതേപോലെ രാവിലെയും വൈകുന്നേരവും ഒക്കെ പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം മഹത്വമുണ്ടെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിലെ ഫൈൻ തവല്ലൗ എന്നതിന് ശേഷമുള്ള ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് പറയുന്ന ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് പറയുന്ന ഈ ഭാഗം 7 തവണ രാവിലെയും വൈകുന്നേരവും ഒരാൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ അവന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാവിധത്തിലുള്ള വിഷമങ്ങൾക്കും അത് മുഖേന പരിഹാരം ലഭിക്കുമെന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് മുഫസ്സിറുകൾ പലരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുക. നോക്കൂ, അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാ ബിൻ അബ്ദിൻ യഖൂലു ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്നൊരാൾ പറയാ 7 മർറാത്തിൻ 7 തവണ സാദിഖൻ കാന ബിഹാ കാദിബൻ, അവനത് സത്യസന്ധമായി പറഞ്ഞാലും അല്ലാത്ത നിലക്ക് പറഞ്ഞാലും ശരി, ഇല്ലാ കഫാഹുല്ലാഹു മാ ഹമ്മഹു, അവന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മതിയാക്കി കൊടുക്കുകയും പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു ദിക്റാണിത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. കാപഢ്യത്തിന്റെ എല്ലാ ചിന്തകളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. യഥാർത്ഥ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി ജീവിതത്തിന്റെ സകല മേഖലകളിലും പുലർത്തിപ്പോകാനുള്ള മഹാഭാഗ്യം കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.